ഹലോ സുഹൃത്തുക്കളെ, നമുക്കിന്ന് ബാംഗ്ലൂർ ചിക്ക്ബാനാർ അടുത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു വില്ലേജിൽ ചെയ്തേക്കണ ഒരു ചെറിയ ലേഔട്ട് കാണാൻ പോയാലോ? അതിവിടെ നമ്മുടെ ചിക്ക്ബാനാറിൽ നിന്ന് എസറഗട്ട റൂട്ടിൽ പോയിട്ട് തർബനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ തർബനഹള്ളിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് അങ്ങനെ ആ റോഡ് നേരെ പോയി RMC യാർഡിലേക്ക് പോകും. പുതിയ RMC യാർഡ്, അത് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പുതിയ RMC യാർഡ് എവിടെയാണ് തുടങ്ങിയേക്കണേന്ന്. ഗോൾഡൻ മാംസ് ഹോട്ടലിൻ്റെയൊക്കെ അടുത്ത്. നമുക്ക് അങ്ങോട്ട് പോയി സൈറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തർബനഹള്ളിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് വന്നു. അതായത് ഇപ്പോൾ ഈ റെയിൽവേ അണ്ടർപാസിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുതിരക്കര അങ്ങനെ തുംകൂർ റോഡിലേക്ക് പോണ വഴിയാണ്. അവിടെ നമ്മൾ നേരെ റൈറ്റ് എടുക്കും. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നേരെ പോണത് കുതിരക്കര അളൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ഇത് നമ്മൾ നരസീപുര എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കുള്ള റോഡിൽ കൂടെ പോണത്. അപ്പോൾ റെയിൽവേ ലൈനിൻ്റെ പാരലായിട്ട് നമ്മളിങ്ങനെ പോവും. ഇതൊക്കെ നല്ല അടിപൊളി വില്ലേജാണ്. പക്ഷേ വീടുകളൊക്കെ ആയിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഉണ്ട്. എന്നാൽ നല്ല കൃഷിയൊക്കെ നടക്കുന്ന ഒരു നല്ല വില്ലേജുമാണ്. വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മൾ പൊതുവെ കണ്ടേക്കുന്നത് ടൗണായി മാറിക്കഴിഞ്ഞാൽ ചിക്ക്ബാനാരയുടെ അടുത്തുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ചിക്ക്ബാനാരയ്ക്ക് വളരെ അടുത്തും നല്ല ഒന്നാന്തര കൃഷി സ്ഥലവും സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അതാകണ്ട ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്, വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലമല്ല. ലെഫ്റ്റ് സൈഡ് വന്നിട്ട് കുറച്ച് വീടില്ലാത്ത പോലെ കാണാം. അത് റെയിൽവേ ലൈനാണ്. റെയിൽവേ ലൈനും പിന്നെ അതിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലൊക്കെ വീടുകളാണ്. ഇവിടെ ഒന്നും അധികം അങ്ങനെ ലേഔട്ടുകൾ അധികം ആയിട്ടില്ല. ഇപ്പോൾ ലേഔട്ട് ആയി വരുന്നുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ അസർഗട്ട റോഡിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തം റേറ്റൊക്കെ കൂടി. ഇപ്പോൾ അവിടെയൊക്കെ തറപ്പനഹള്ളി, കുമ്പാറഹള്ളി ആ ഏരിയയിലൊക്കെ 2500, 2800, 3000 രൂപയൊക്കെയാണ് റേറ്റ്. അപ്പോൾ ഈ ഏരിയയിൽ ഇപ്പോൾ അങ്ങനെ ലേഔട്ട് ആ ഏരിയയിൽ പൈസ കുറഞ്ഞ സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് ഈ ഏരിയയിലേക്ക് കുറച്ച് ലേഔട്ടൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. പഴയ ലേഔട്ടുണ്ട്. പഴയതവിടെ ഞാൻ ഒരു ലേഔട്ടിൽ നമ്മുടെ ഒരു മലയാളീസൊക്കെ കൂടി 5 സൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ ലേഔട്ട് ചെയ്യുന്നത്. ഏകദേശം തറപ്പനഹള്ളിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ വരും, അത്രേ ഉള്ളൂ ദൂരം. ഇവിടേക്ക് ഇതാകുമ്പോൾ ഈ ഏരിയയൊക്കെയാണ്. പക്ഷെ നമ്മളൊന്നും കൂടി ചുറ്റിയിട്ട് അങ്ങോട്ട് പോകണമെന്ന് മാത്രം. അത് ഇവിടെയൊക്കെ വീടുകളായിട്ടുണ്ട്. ഒറ്റയ്ക്ക് നല്ല ഇവിടെ നോക്ക്, ഇതൊക്കെ വീടുകളൊക്കെ ആയിട്ടുള്ള ഏരിയയാണ്. നമ്മളിപ്പോൾ നരസീപുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ കാലത്ത് നമ്മളൊക്കെ ഇതിൽ വരുമ്പോൾ ഫുള്ള് RMC യാർഡിൽ നിന്ന് ഉള്ളി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ ഒരു തിരക്ക് തന്നെയാണ് ഈ റോട്ടിൽ. RMC യാർഡ് ഫുൾ ഫ്ലെഡ്ജഡായിട്ട് ഇങ്ങോട്ട് ആയിട്ടില്ല, എന്നാലും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് RMC യാർഡൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവിടെ നല്ല അപ്രീസിയേഷൻ കിട്ടും. അതായത് ഇതിൽ അങ്ങോട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തുറയുന്നാഗസാന്ദ്രയ്ക്ക് പോകാം. നമുക്ക് എസറഗട്ടയ്ക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് വലത്തോട്ട്. ഇവിടെയൊക്കെ നല്ല ലേഔട്ട് ആയി കഴിഞ്ഞ് ഇത് ഊരിൻ്റെ അടുത്തെത്തി. ഇവിടെയൊക്കെ ഫുൾ ലേഔട്ട്. ഇവിടെയൊക്കെ ഒരു ഫാക്ടറി ഉണ്ട്. അത് നരസീപുര നമ്മൾ വില്ലേജിലേക്ക് എത്തി. വില്ലേജിൽ നിന്ന് നമ്മൾ ഈ റോട്ടിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എസറഗട്ട റോഡ്. അത് നമ്മൾ ലേഔട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ ലെഫ്റ്റ് എടുക്കും. അപ്പോൾ ഞങ്ങൾ 2 മിനിറ്റ് കൂടെ നിൽക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സൈറ്റ് കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടി ഒന്ന് സ്ലോ ആക്കിയതാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു. ഇത് RMC യാർഡിലേക്ക് പോകുന്ന വഴിയാണ്. RMC യാർഡ്, ഗോൾഡൻ മാംസ്, ടാറ്റ ടൗൺഷിപ്പ് ഇവിടുന്ന് വളരെ അടുത്താണ്. 2 കിലോമീറ്റർ ഉള്ളൂ ടാറ്റ ടൗൺഷിപ്പൊക്കെ. ഇത് RMC യാർഡിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളായിട്ട് വരുന്നവരാണ് അവരൊക്കെ. അപ്പോൾ ഈ RMC യാർഡിൽ പോണ വഴിയിൽ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്തു. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ അടയ്ക്കൊക്കെ ഉണക്കാട്ടേക്കണത്. ഇവിടെയൊക്കെ പഴയ ലേഔട്ടൊക്കെ ചെയ്ത് വിറ്റ സ്ഥലമൊക്കെ ഉണ്ട്. അത് സപ്തഗിരി ലേഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടം വരെ കോൺക്രീറ്റ് റോഡുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പഴയ ടാർ റോഡാണ്. അതൊരു അല്പസ്വല്പമൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇനിയിപ്പോൾ എനി ടൈം ബാംഗ്ലൂരിലൊന്നും റോഡ് ഏത് സമയത്ത് വേണമെങ്കിലും ടാറിങ്ങും കോൺക്രീറ്റും ഒക്കെ ആവും.
അതപ്പോൾ ഇവിടെയൊക്കെ പയറ് കൃഷി, പയറോ അവരക്കായോ എന്തൊക്കെയോ കൃഷികൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വീടുകളായിട്ടുണ്ട്. ഒക്കെ നല്ല നല്ല ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന ഗ്രാമങ്ങളാണ്. ടൗൺ എന്ന് പറയാം. ബാംഗ്ലൂരിനോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ്. അധികം ദൂരമൊന്നുമില്ല. കെസർഗട്ട റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ കൃഷിക്കൊക്കെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എങ്ങനെയാണ് ചെയ്തേക്കണേ നോക്കി. അതൊക്കെ ഒരു നൂതനമായ കൃഷി രീതികൾ അവലംബിച്ചാണ് ഇവരൊക്കെ കൃഷി ചെയ്യുന്നത്. അതായത് ഇതൊരു പണ്ട് ചെയ്തൊരു ലേഔട്ടാണ്. സപ്തഗിരി ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതൊക്കെ എന്താ ചെയ്തതെന്ന് അറിയില്ല, പഴയതാണ്. അതിലൊക്കെ വീടുകളൊക്കെ ആയി. നമുക്കത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ലേഔട്ടുള്ളത്. അതിലും നമ്മളൊരു 6 മാസം 1 വർഷം മുമ്പാണ് നമ്മളതിലൊക്കെ സൈറ്റ് സെല്ല് ചെയ്തത്. നല്ലൊരു 5 സൈറ്റ് അതിൽ നമ്മുടെ ചിക്കുബാനാറുള്ള മലയാളീസ് തന്നെ എടുത്തിട്ടുണ്ട്. ഈ റോഡ് നേരെ ചെന്നിട്ട് കുതിരക്കരയൊക്കെ ജോയിൻ ആവും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് എടുക്കണം. ഇവിടെ ശ്രീ വിനായക ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് നേരെ ഈ റോഡാണ്. ഇത് പഴയ ലേഔട്ടിലേക്കുള്ള റോഡ് ഇത് തന്നെയാണ്. ഇപ്പോൾ പുതിയ ലേഔട്ട് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെയാണ്. പഴയ ലേഔട്ടിൽ വാങ്ങിച്ചവരൊക്കെ ഷെഡൊക്കെ അടിച്ച് കഴിഞ്ഞു. ഷെഡൊക്കെ അടിച്ച് അതിൽ ഫാം ഹൗസ് പോലെ കൃഷിയൊക്കെ ഉണ്ട്. മുന്തിരി എന്തൊക്കെയോ വളർത്തുന്നുണ്ട്. കപ്പ, വാഴ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതാണ് കാണുന്നതാണത്. അവിടെ ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിനി ലേഔട്ടൊന്ന് കാണാം. നമ്മൾ കാറിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഇതാ കാണുന്നതാണ്. ഇതാണ് പഴയ ലേഔട്ട്. പഴയ ലേഔട്ടിൽ ഷെഡും ഇതൊക്കെ അടിച്ച് 5 സൈറ്റ് ഉണ്ട്. 5 സൈറ്റ് എടുത്തവർ ചെയ്തതാണ്. അതിൻ്റെ അവിടെ ഈ റോഡ് ഇങ്ങനെ വന്ന് ഇവിടെ ജോയിൻ ആയി കഴിയുമ്പോൾ റോഡിൻ്റെ അടുത്ത സൈഡിൽ പഴയ ലേഔട്ട്, വലത്തോട്ട് പുതിയ ലേഔട്ട് ഇതാണ് ചെയ്തേക്കണത്. ഇതിലൊരു 10-16 സൈറ്റ് ഉണ്ട് ഇനി വിൽക്കാനായിട്ട്. നല്ല അടിപൊളി സൈറ്റുകളാണ്. വേഗം വന്ന് എടുക്കാം. നമുക്ക് നല്ല ഓഫറിൽ വില കുറവാണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട് സൈറ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തോട്ടമൊക്കെ ഉണ്ട്. ഇതുമൊക്കെ ലേഔട്ട് തന്നെ ആവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ വന്നേക്കണ ക്ലയൻറ്റൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് ഫൈനലൈസ് ആക്കിയതിന് ശേഷം നമുക്ക് വിളിക്കാം.